തിരുവനന്തപുരം മാരിനാട് പഞ്ചായത്ത് അംഗത്തിന്റെ ആത്മഹത്യയിൽ കോൺഗ്രസ് പ്രതിഷേധം തുടരുകയാണ്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ശ്രീജയുടെ മൃതദേഹം മാരിനാട് ജംഗ്ഷനിൽ എത്തിച്ച ശേഷം കോൺഗ്രസ് പ്രവർത്തകർ റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. ദൃശ്യങ്ങളിലേക്ക്. കട്ടക്കട ഡിവൈഎസ്പി പ്രതിഷേധക്കാരുമായി ചർച്ച നടത്തുകയാണ്. മുഴുവൻ പേർക്കെതിരെയും കേസെടുത്ത് എഫ്ഐആർ കയ്യിൽ ലഭിക്കാതെ പ്രതിഷേധം അവസാനിപ്പിക്കില്ലെന്ന നിലപാടിലാണ് പ്രതിഷേധക്കാരുള്ളത്. റോഡ് ഉപരോധം അവസാനിപ്പിച്ച് പ്രവർത്തകർ മൃതദേഹമായി പോലീസ് സ്റ്റേഷന് മുന്നിൽ ഇപ്പോഴും പ്രതിഷേധിക്കുകയാണ്. മേഘ്ന മുരളി തിരുവനന്തപുരത്ത് ചേരുന്നു. മേഘ്ന, ആവശ്യങ്ങൾ പലതാണ്. പ്രധാനമായും കൊലപാതക കുറ്റമടക്കം ചുമത്തി പറയുന്ന നേതാക്കൾക്കെതിരെ കേസെടുക്കണമെന്ന ആവശ്യമാണ് ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. തൽസ്ഥിതി എന്താണ്? പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണോ? സുഹേല, പ്രധാനമായും കോൺഗ്രസിന്റെ ഒരു പ്രതിഷേധം അത് വലിയ രീതിയിൽ തന്നെ ആര്യനാട് ഉണ്ട് എന്നുള്ളതാണ്. കാരണം ഈ ശ്രീജയുടെ കോട്ടയ്ക്കകം വാർഡ് മെമ്പർ ശ്രീജയുടെ മരണത്തിൽ അവർ വലിയ രീതിയിൽ പോലീസിനെതിരെയും അതുപോലെ തന്നെ പഞ്ചായത്ത് പ്രസിഡന്റിനടക്കം പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ അടക്കം വലിയ തരത്തിലുള്ള ഒരു ആരോപണം ഉന്നയിക്കുന്നുണ്ട്. അതിൽ പ്രധാനമായും ഇന്നലെയാണ് ഈ ആര്യനാട് ജംഗ്ഷനിൽ വെച്ച് ഒരു പ്രതിഷേധ സംഗമം CPM നടത്തുന്നത്. അതിൽ വലിയ രീതിയിൽ ശ്രീജയ്ക്കെതിരെ വ്യക്തിഹത്യ നടത്തി, കള്ളി എന്ന് വിളിച്ചു. അത്തരത്തിൽ വലിയ സാമ്പത്തിക വിഷയവുമായി ബന്ധപ്പെട്ട വലിയൊരു ആരോപണമാണ് ഇപ്പോൾ കോൺഗ്രസ് ഉന്നയിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പോലീസ് സ്റ്റേഷന് മുന്നിലേക്കാണ് മൃതദേഹവുമായി മാർച്ച് എത്തിയിരിക്കുന്നത്. പോലീസ് സ്റ്റേഷന് മുന്നിൽ അവർ കുത്തിയിരുന്ന് ബിന്ദുകൃഷ്ണയുടെയും ശബരിനാഥന്റെ അടക്കം നേതൃത്വത്തിൽ പ്രവർത്തകർ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ്. അതിൽ പ്രധാനമായും ഇവർ ആവശ്യപ്പെടുന്നത് എഫ്ഐആറിൽ ഈ പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ളവരുടെ ഒരു പേര് ചേർക്കണം, അവരുടെ കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്നുള്ളതാണ് പ്രവർത്തകർ ഉന്നയിക്കുന്ന ആവശ്യം എന്ന് പറയുന്നത്. ആ ആവശ്യം, അതായത് പോലീസ് എഫ്ഐആറിൽ ഇവരുടെ പേര് ചേർക്കാതെ കേസെടുക്കാതെ പ്രതിഷേധം അവസാനിക്കില്ല എന്നുള്ളതാണ് പ്രധാനമായും കോൺഗ്രസ് പ്രവർത്തകർ പറയുന്നത്. ആദ്യം ആര്യനാട് ജംഗ്ഷനിൽ ഇന്നലെ ഈ ശ്രീജയ്ക്കെതിരെ CPM പ്രതിഷേധം നടന്ന ആര്യനാട് ജംഗ്ഷനിലായിരുന്നു മൃതദേഹവുമായി പ്രതിഷേധമുണ്ടായിരുന്നത്. അവിടെ വാഹനങ്ങൾ വലിയ രീതിയിൽ സ്തംഭിച്ചു, വാഹനങ്ങൾ കടത്തിവിടാത്ത ഒരു പ്രതിഷേധമായിരുന്നു. പിന്നീട് അവിടെ നിന്ന് അരമണിക്കൂറിന് ശേഷമാണ് ആര്യനാട് പോലീസ് സ്റ്റേഷനിലേക്ക് 500 മീറ്റർ മാത്രം അപ്പുറമുള്ള ആര്യനാട് പോലീസ് സ്റ്റേഷനിലേക്ക് പ്രതിഷേധം നടന്നത്. ഇപ്പോഴും ആ പ്രതിഷേധം ഇവിടെ തുടരുകയാണ്. അതിൽ ശബരിനാഥിന്റെയും ബിന്ദുകൃഷ്ണയുടെയും അടക്കം നേതൃത്വത്തിലാണ് ഇപ്പോൾ പ്രതിഷേധം നടക്കുകയും ചെയ്യുന്നത്. ഇപ്പോൾ എന്താണ് തീരുമാനം എന്നുള്ളത്, ഈ എഫ്ഐആർ ഈ പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ളവരുടെ പേരുകൾ എഫ്ഐആർ ചേർക്കാതെ അതിന്റെ കോപ്പി ലഭിക്കാതെ പ്രതിഷേധം അവസാനിപ്പിക്കില്ല എന്നുള്ളതാണ് ഇവർ പറയുന്നത്. ഇപ്പോൾ ശബരിനാഥ് പ്രതികരിക്കും. എന്താണ് ഇപ്പോൾ നിങ്ങളുടെ തീരുമാനം? എന്താണ്? ഇല്ല, നമ്മൾ രാവിലെ മുതൽ പറയുന്നത് ഇതിന് ആത്മഹത്യാ പ്രേരണകാരം 4 ആളുകളാണ്. ആര്യനാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിജുമോഹൻ അടക്കമുള്ള ആളുകൾ വളരെ നികൃഷ്ടമായിട്ടുള്ള ഭാഷയിൽ നീചമായിട്ടുള്ള പ്രവർത്തനം നടത്തിയതിന്റെ കാരണമായിട്ടാണ് പ്രിയപ്പെട്ട ശ്രീജ മെമ്പർ ആത്മഹത്യ ചെയ്തത്. അപ്പോൾ ഈ ആളുകളെ പ്രതി ചേർക്കണമെന്ന് പറഞ്ഞിരുന്നു. രാവിലെ അത് കേട്ടില്ല. ഇനി സമരം നടത്തിയതിന്റെയൊക്കെ ഭാഗമായിട്ട് എന്തായാലും ആ കാര്യം പോലീസ് കൺസിഡർ ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോൾ തന്നിട്ടുള്ള റിപ്പോർട്ട് അടക്കത്തിനകത്ത് 4 ആളുകൾ, ആര്യനാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിജുമോഹൻ, മുൻ മെമ്പർ ഷിജി കേശവൻ, ശ്രീ മഹേഷ്, അതോടൊപ്പം CDS ചെയർപേഴ്സൺ സുനിത, ഈ 4 പേരെ ഈ കാര്യത്തിൽ പ്രതി ചേർക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും അവസാനം വരെ ഇനി പോലീസ് ഇപ്പോൾ നമ്മൾ പിരിയാൻ വേണ്ടി നമ്മൾ പറഞ്ഞിട്ട് പോകുന്നതല്ല, രേഖാമൂലം തന്നിട്ടുണ്ട്. പക്ഷെ എന്തെങ്കിലും ഉപേക്ഷ ഇതിൽ കാണിക്കുകയാണെങ്കിൽ ആര്യനാടുള്ള, അരുവിക്കരയുള്ള കേരളത്തിലെ സാധാരണക്കാരെ കോൺഗ്രസുകാരുടെ മുഖവും തീക്ഷ്ണമായിട്ടുള്ള നിലപാടും കൂടി അവർ കാണേണ്ടി വരും. എന്തായാലും ഒരു പ്രതിഷേധം അവസാനിപ്പിക്കുകയാണ്. അവരുടെ മൃതദേഹം നമ്മൾ താൽക്കാലികം അവസാനിപ്പിക്കുകയാണ്. ശ്രീചേച്ചി കാണാൻ ആയിരക്കണക്കിന് ആളുകൾ വെയിറ്റ് ചെയ്യുകയാണ്. നമ്മൾ ബോഡി കോട്ടയ്ക്കകത്ത് വീട്ടിലേക്ക് കൊണ്ടുപോകുക. പ്രതി ചേർത്തിട്ടുണ്ടോ? നിങ്ങൾക്ക് അതിന്റെ കോപ്പി ലഭിച്ചു? നമുക്ക് ഡീറ്റെയിൽസ് ലഭിച്ചിട്ടുണ്ട്. സുഹൈൽ, അങ്ങനെ തന്നെയാണ്. ഇവർ താൽക്കാലികമായി കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധം അവസാനിപ്പിക്കുകയാണ്. അതിന് കാരണമായി പറയുന്നത്, ഈ പ്രതിഷേധത്തിന് ഇവർ ഉന്നയിച്ച ആവശ്യങ്ങൾ എന്ന് പറയുന്നത് ഈ പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ളവരെ പ്രതി ചേർക്കണമെന്നായിരുന്നു. അത് രേഖാമൂലം ഒരു ഉറപ്പ് ഡിവൈഎസ്പിയുടെ ഭാഗത്ത് പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കം പ്രതി ചേർക്കാമെന്ന് രേഖാമൂലം ഉറപ്പ് കൊടുത്തതിനെ തുടർന്ന് ഇപ്പോൾ പ്രതിഷേധം കോൺഗ്രസ് പ്രവർത്തകർ അവിടെ അവസാനിപ്പിച്ചിരിക്കുകയാണ്. മേഘ്ന മുരളിയാണ് സംഭവ സ്ഥലത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. മറ്റു വാർത്തയിലേക്കാണ്.